स्कॉक आप कैसे हो बहुत खुशिയെ ഡയറക്ടർ വിനയ് ജോസ്, റൈറ്റർ ധ്യാൻ ശ്രീനിവാസൻ. മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല. ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോർട്ട് ഫിലിംസ്. 1.25 ദൈർഘ്യമുള്ളൊരു സിനിമ, 1.25 മണിക്കൂർ, ഒരു വലിയ സിനിമയുടെ പകുതി, ഒരു ഇൻ്റർവെൽ വരെയുള്ള ദൈർഘ്യം. എന്നിട്ട് പോലും 3 അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ ഒരു 1.25 ടോർച്ചർ സഹിച്ച് തിയേറ്ററിലിരുന്നത്. അതുപോലത്തെ പരിപാടി ടെക്നിക്കൽ സൈഡൊന്നും പറയുന്നില്ല. മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ടതാണ്, വേറൊന്നുമില്ല എന്നാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയാണ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഡയറക്ഷൻ, പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇപ്പം നമ്മൾ കുറച്ച് ആളുകൾ വെറുതെ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാം. റിയൽ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെ പറയൂലേ, അത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ലൈറ്റപ്പും ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ട് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച എന്താണ് സംഭവിക്കുക? അതാണ് എന്തൊക്കെ ഇതൊരു ഫോറസ്റ്റ് അപരാധം. അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഒരു രാത്രി നടക്കുന്ന എന്താ സംഭവം കണ്ട? ഒരു രാത്രി നടന്നിട്ട് തന്നെ ഇത്ര എങ്ങനെ? ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ ദിവ്യദർശൻ, കാരണം ഓഫ് ഫെയിം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഫെയിമായി ചോദിക്കരുത്. അതുപോലെ ആങ്കർ ജീവ, പെർഫ്യൂം കളക്ടർ, പിന്നെ അബിൻ ബിനോ, മുതലങ്ങത്തുരത്ത് നത്ത്, നമ്മുടെ രോമാഞ്ചത്തിലെ, പിന്നെ തൻവീറാണ്, ഇങ്ങനെ പോകുന്നു. പിന്നെ മറ്റേ പോപ്സ്, സൂരജ് പോപ്സ്, പിന്നെ എടുത്തു പറയണം അജു ആൻഡ് പിഷാരടി, പിന്നെ സുധീഷ് കോഴിക്കോട്. അദ്ദേഹത്തിന് താടിയുള്ള ഏതോ സെറ്റിൽ നിന്ന് പിടിച്ചു വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സ്വാമിയാണെന്ന്. സമ്മതിച്ച് സ്വാമിയാണ്, മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, കാരണം താടിയുണ്ടല്ലോ. ഈ ഒരു സിനിമ തുടങ്ങുന്നത് ബാല്യകാലമൊക്കെ കാണിച്ചുകൊണ്ട്, ബാല്യകാലം എന്ന് പറഞ്ഞാൽ 1999 to 2000 ആ സമയം, നരസിംഹത്തിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലായി. അവിടെ തുടങ്ങി കുറച്ച് കൂട്ടുകാർ, ധ്യാൻ്റെ കഥാപാത്രത്തിൻ്റെ കല്യാണമാണ്, അപ്പോൾ ബാച്ചിലർ പാർട്ടി നടക്കാൻ പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഒരു വൺ നൈറ്റ് നടക്കുന്ന സംഭവം. പക്ഷേ ഇവരിങ്ങനെ അങ്ങോട്ടും കണക്കൂണ എന്തൊക്കെയോ സംസാരിക്കുക, എന്തൊക്കെയോ കാണിക്കുക. ആ ജീവയും മറ്റേ ദിവ്യദർശനം കൂടി ബെഡിൽ കിടന്ന് അടികൂടുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാട്ട്, മറ്റേ അബിൻ ബിനോ വന്നിട്ട് കക്കൂസ് കഴുകുന്നതിന് പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് LED ബൾബ് കഴുത്ത് തൂക്കിയിട്ട് ബാച്ചിലർ പാർട്ടി ഞാൻ പറഞ്ഞ പാട്ട്, പിന്നെ എന്തൊക്കെയോ പുകയൊക്കെ ഇട്ട് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്നു. ഇങ്ങനെ അതിനിടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം പറയുക. അത് പിന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക നമ്മൾ. വേറെ സിനിമയ്ക്ക് യാതൊരു മൂവ്മെൻറ്റോ എൻഗേജ്മെൻറ്റോ ഒരു വാല്യൂ ഇല്ലാത്തൊരു സിനിമ. എന്തെങ്കിലും ഒരു വാല്യൂ സിനിമയ്ക്ക് വേണ്ടേ? ഒന്നുമില്ലാത്തൊരു സിനിമ. അസഹനി എന്ന് പറഞ്ഞാൽ നല്ല അസൽ ടോർച്ചർ. അതിനിടയ്ക്ക് ഇടവേള ബാബുവൊക്കെ ഉണ്ട്. ഇടവേള ബാബു വന്നിട്ട് പുള്ളി എന്തൊക്കെയോ പറയാം, ഇവിടെ വല്ല പ്രശ്നം നടക്കുന്നില്ല, ആ പ്രശ്നം ഞാനായിരിക്കും ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയോ പറയാം. ഇങ്ങനെ അതിനിടയ്ക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണം, അതിന് തുടക്കത്തിൽ തന്നെ കോളിംഗ് ബെല്ല് അടിക്കുക പുറത്തുനിന്ന് ആരോ. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനാണെന്ന് പറയുന്നത്. എന്നിട്ടോ അച്ഛനും ഇല്ല, ആരുമില്ല കുറേ സമയത്ത്. പിന്നെ ബെല്ലടിച്ചെന്തിനാ? ഇങ്ങനെ ഒരു കണക്ഷനും ഇല്ലാതെ പോകുന്നൊരു സിനിമ. ഇൻ്റർവെൽ വരെ എന്തൊക്കെയോ കാണിച്ച് ഇൻ്റർവെല്ലിന് ട്വിസ്റ്റും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണേ. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ വരെ ഒരു ഫ്ലാറ്റിനകത്ത്. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴയ ഒരു 90s ടെറസിട്ട വീട് കണ്ടില്ലേ, ഒരു പെട്ടി പോലത്തെ ഗ്രിൽസിട്ട് അങ്ങനത്തെ ഒരു വീട്. ആ വീടിൻ്റെ പുറത്ത് പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ച്, ഇതാണ് പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കാരണമെങ്കിൽ നമ്മുടെ കൊലയിൽ കയറിയിട്ട് ഡോറിന് മുട്ടൂലേ, അതുപോലെ മുട്ടിക്കഴിഞ്ഞാൽ വാല് തുറക്കും പോലീസ് സ്റ്റേഷൻ്റെ. ഒരു വീടിൻ്റെ അകത്ത് കുറച്ച് ഷെൽഫും 2 ടേബിളും പിന്നെ ഒരു വയർലെസ്സും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് വിട്ട് പോലീസ് സ്റ്റേഷനായി. ഇങ്ങനെ തട്ടിപ്പ് സിനിമ പറഞ്ഞ ഇതാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കുക. ഇതാണ് സാധനം. അതുപോലത്തെ ലോ ബജറ്റ് ഒന്നും പറയാൻ പറ്റൂല. എവിടെന്നോ എങ്ങനെ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സാധനം. പോലീസ് സ്റ്റേഷൻ്റെ ഡോറിൽ വന്ന് മുട്ടുക. ഏത് സാധാ വീടാ, അതിൻ്റെ വാതിൽ വന്ന് മുട്ടുക. ഡോറ് തുറന്ന് ആരോ അപ്പം ഡോർ അടയ്ക്കുക. ആകെ 4-3-7 പോലീസുകാരേ ഉള്ളൂ. ഒരു സ്ത്രീയുണ്ട് അവിടെ, നമ്മുടെ സുധീഷകളുടെ. പിഷാരടിയൊക്കെ വെറുപ്പിക്കൽ പറഞ്ഞാൽ എന്താ അവർ സംസാരിക്കുന്നത്? പിഷാരടി അജുവും കൂടി എന്താ കാണിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അതിൻ്റെ അവസാനം പാവം ശ്രീനിവാസനൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയോ ഒരു സിനിമ സൈജകുറുപ്പൊക്കെ വല്ലാത്ത ജാതി സിനിമ കേട്ടോ. ഒരുവിധ സിനിമയെ കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആളുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ച ഒരു അപരാധം. നവാസ് വള്ളിക്കുന്നുണ്ട്, അദ്ദേഹമൊക്കെ കാണിക്കുന്ന കോമഡി. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലത്തെ സാധനമല്ലേ എഴുതി പിന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ജലി നായരൊക്കെ ഉണ്ട്. ലാസ്റ്റ് കോടതി പറഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീയെ കൂട്ടിട്ട് ഇത്ര ഓസപ്പ് വെച്ചേക്കുന്നത്. കാരണം കോടതിയൊന്നും കാണരുത്, ഇത് സംഭവം തട്ടിപ്പാ, മനസ്സിലായില്ലേ? കോടതിയൊന്നും കാണൂല. ഇതിപ്പോൾ ഞാൻ കോടതിയിലിരിക്കും, ഞാൻ ജഡ്ജാ, വേട്ടർ അതാണ് കോടതി. പിന്നെ ലാസ്റ്റ് എൻ്റെ പൊന്നോ, നമ്മുടെ ആങ്കർ വീണ.